ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് വീണ്ടും നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റെസിപ്പിയാണ് അമ്മ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു പെപ്പർ ചിക്കൻ ഡ്രൈ റോസ്റ്റ്. കേൾക്കുമ്പോൾ തന്നെ ശരിക്കും വായിൽ വെള്ളം വരുന്നുണ്ടാവും അല്ലേ? അതും അല്ലെങ്കിൽ കുരുമുളകിട്ട് വരട്ടിയെടുത്ത നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ്റെ യമ്മി ആയിട്ടുള്ള ഒരു ഡ്രൈ റോസ്റ്റ് റെസിപ്പി. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് താഴേക്ക് നോക്കി ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കാണുകയാണെങ്കിൽ തീർച്ചയായും ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അമ്മയുടെ പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സ്പൈസി പെപ്പർ ചിക്കൻ ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടിട്ട് പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം. ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം ഉപയോഗിക്കാൻ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തനി നാടൻ കേരള സ്റ്റൈലിലുള്ള ഒരു പെപ്പർ ചിക്കനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ തന്നെയാവും ഏറ്റവും നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലോട്ട് ഹോൾ മസാലാസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു കഷ്ണം പട്ട, ഒരു 4-5 ഏലക്ക ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. 4-5 ഗ്രാമ്പൂ, ഇത്രയും മതി. ഇത് നമുക്ക് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു ബേ ലീഫ് ഇതുപോലെ മുറിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം മൂത്ത് നല്ല ഒരു മണം പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 6-7 വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്താണ്, അതും ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മൂപ്പിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് ആ റോ ഫ്ലേവറൊക്കെ മാറി നല്ല ഒരു മണം വരുന്ന സമയത്ത് ഒരു 5 വറ്റൽമുളക്, സാധാ വറ്റൽമുളകാണ് കേട്ടോ, ഇതൊന്ന് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തതാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് പുറകെ ആയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർക്കാം. ഇതിന് 1 കിലോ ചിക്കനാണ്, നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. എല്ലോട് കൂടിയ ചിക്കനാണ് കേട്ടോ. ബോൺലെസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എങ്കിലും എല്ലോട് കൂടിയ പെപ്പർ ചിക്കനാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ കൂടി നമുക്ക് പാനിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിച്ച് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ചേർക്കാം. ചിക്കനിൽ നിന്നും അത്യാവശ്യം നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇനി വളരെ ഫൈനായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്, ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്, അതും കൂടി നമുക്ക് ചേർക്കാം. ചിക്കനൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു സവോള ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തതാണ്, നീളത്തിൽ കട്ട് ചെയ്ത ശേഷം വീണ്ടും 2ആയിട്ട് ഒന്നും കൂടി സ്ലൈസ് ചെയ്തതാണ് കേട്ടോ. സവോള കൂടുതൽ ആവശ്യമില്ല, പെപ്പറിൻ്റെ സ്വാദാണ് നമുക്ക് മുമ്പ് നിൽക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരണമല്ലോ. എല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെയാണ്. ഇപ്പം തന്നെ ഇങ്ങ് പറിച്ചെടുത്തതാണ്, കണ്ടില്ലേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. അപ്പോൾ ഒരു 2 തണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കൂടിപ്പോയാലും കുഴപ്പമില്ല, അത്രയും ഫ്ലേവർ നമുക്ക് കിട്ടും. ഇതിനി അടച്ചു വെച്ചിട്ട് ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്യാം. 7 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്, ആ ചിക്കനിലെ വെള്ളവും നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നല്ല തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളകാണ് 1 ടീസ്പൂൺ, അതുകൂടി നമുക്ക് ചേർക്കാം. നേരത്തെ ഫൈനായിട്ട് പൊടിച്ച കുരുമുളകാണ് നമ്മൾ ചേർത്തത് കേട്ടോ. കൂടാതെ പുളിക്കായിട്ട് ഒരു നാരങ്ങയുടെ നീര് അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ ടൊമാറ്റോ ഒന്നും ചേർക്കുന്നില്ലല്ലോ.
വീണ്ടും ഒരു 2 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടി കിടന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റായി വരണം. ഒരു 6-7 മിനിറ്റ് ഇതുപോലെ തീയിൽ കിടന്ന് നല്ലവണ്ണം മുരിഞ്ഞ് ആ വെള്ളമൊക്കെ വറ്റി നല്ലവണ്ണം ഡ്രൈ ആയി വരണം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം പെർഫെക്റ്റാണ്. ഒരു നുള്ള് പഞ്ചസാര കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, എങ്കിലേ ആ ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസായി വരുള്ളൂ. പെപ്പർ ചിക്കൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഫാമിലിയുടെ ഫേവറേറ്റാണ് കേട്ടോ. അതുപോലെ കൊച്ചുമക്കളുടെയൊക്കെ ഫേവറേറ്റാണ് ഡ്രാഗൺ ചിക്കൻ. ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും അവർക്ക് ഡ്രാഗൺ ചിക്കൻ മതി. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ്റെ ഒരു പെർഫെക്റ്റ് റെസിപ്പി ഞാൻ പുറകെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ആ ചൂടിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് ഡ്രൈ ആയിട്ട് വരണം. ശരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ലുക്കായിട്ടുണ്ട് അല്ലേ. ടേസ്റ്റും പെർഫെക്റ്റാണ് കേട്ടോ. പെപ്പർ ചിക്കൻ ഫേവറേറ്റ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു റെസിപ്പി ധൈര്യമായിട്ട് വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കാം. നന്നായിട്ട് തന്നെ വരും. ഇത്രയേ ഉള്ളൂ. ഇതിനെ നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് കേട്ടോ. ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, നല്ല ആവി പറക്കുന്ന ചോറ്, എല്ലാത്തിൻ്റെയും കൂടെ പിന്നെ എന്താണ് വേണ്ടത്? എന്തായാലും ഈ ഒരു പെപ്പർ ചിക്കൻ റെസിപ്പി ഒരു പ്രാവശ്യം വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ സിൻസിയറായിട്ടുള്ള ഫീഡ്ബാക്ക് വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒരു വരിയെങ്കിലും എഴുതാൻ മടി കാണിക്കരുത്. കറി വിത്ത് അമ്മയിലെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ആദ്യ വീഡിയോ തൊട്ട് നിങ്ങൾ തരുന്ന ലൈക്സ്, കമൻറ്റ്സ്, ക്രിറ്റിസിസംസ് എല്ലാം ഞങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു റെസിപ്പിയുമായി വരും വരെ നന്ദി. ഗുഡ് ബൈ.